ഹായ്, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നടികർ റിവ്യൂലോട്ടാണ്. ആദ്യത്തെ പേര് നടികർ തിലകം എന്നായിരുന്നു. പിന്നെ അത് എന്തോ ഇഷ്യൂ കാരണം അത് മാറ്റി നടികർ എന്ന് മാത്രമാക്കി. ഡയറക്ടർ ലാൽ ജൂനിയർ. ശരിക്കുമുള്ള പേര് പറയാൻ നാണക്കേടായോണ്ടെന്ന് തോന്നുന്നു ലാൽ ജൂനിയർ എന്നിട്ടേക്കുന്നത്. റൈറ്റർ സുവിൻ സോമശേഖരൻ. ഈ ഒരു പടത്തിനെ പറ്റി തോന്നുന്നു എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു നല്ല കിടിലൻ മേക്കിങ്ങാണ്. കിടിലൻ മേക്കിങ്ങാണ്. പക്ഷേ പടത്തിലോട്ട് വരുമ്പോൾ ഞാനത് പറയാം. ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ അറിയാലോ. ഇപ്പം ടൊവിനോയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു കെട്ട് ആക്ടർമാരും ഉണ്ട്. പിന്നെ സുരേഷ് കൃഷ്ണ, പുള്ളി ഇതിനകത്ത് നല്ലൊരു കോമഡി റോൾ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ വില്ലൻ റോളാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു കോമഡി ക്യാരക്ടർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. പുള്ളിക്ക് നല്ലോണം ചേരുന്നുണ്ട്. പിന്നെ ടൊവിനോയുടെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പം അത്യാവശ്യം ഇപ്പം തമിഴിലൊക്കെ ഒന്ന് വെച്ച് നോക്കുവാണെങ്കിൽ തമിഴിലും ഇപ്പം മലയാളത്തിൽ ഇപ്പം തമിഴിലൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം നല്ല നല്ല ആക്ടർമാർ കൊമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്യാൻ എന്ന് വെച്ചാൽ ലവും ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെയുള്ളൊരു ചേരുവയെല്ലാം ചേർത്തൊരു സിനിമ ഉണ്ടാക്കി തമിഴിലും തെലുങ്കിലുമൊക്കെ അത് അങ്ങനെയൊക്കെയുള്ള ആക്ടർമാരുണ്ടായിരുന്നു. പക്ഷേ മലയാളത്തിലോട്ടൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെയുള്ള ആക്ടർമാർ കുറേ നാളുകൊണ്ട് കുറേ അല്ല മലയാളത്തിൽ വന്നിട്ടില്ല. ഇപ്പം ഈ ടൊവിനോ എന്ന് പറഞ്ഞാൽ ആ ഒരു ചേരുവയെല്ലാം ചേർന്ന ഒരു ആക്ടറാണ്. പക്ഷേ എല്ലാം ഒരു സിനിമ ഓടിക്കേണ്ട ഒരു സ്റ്റാർഡം നല്ല രീതിയിൽ കിട്ടിയ ഒരു ആക്ടറാണ് ടൊവിനോ. പക്ഷേ ഇതിനകത്തോട്ട് വരുമ്പോൾ ഇതിൻ്റെ എന്തുവാ പടം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ പഴയ ഒരു നസീർ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനകത്തുള്ള ചെറിയ ചെറിയ കട്ടിങ് വെച്ചാണ് പടം തുടങ്ങുന്നത്. അതിനകത്ത് ഒരു സ്റ്റാർഡത്തിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അതിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ടൊവിനോയുടെ ക്യാരക്ടർ വരുമ്പോൾ ഒരു ആക്ടർ സിനിമയ്ക്ക് ഉള്ളിലൊരു സിനിമയായിട്ടാണ് വന്നേക്കുന്നത്. ഒരു ആക്ടറായിട്ട് തന്നെ ഒരു നല്ലൊരു സ്റ്റാർ ഉള്ള നല്ലൊരു ആക്ടറായിട്ടാണ് ഇതിനകത്ത് അവതരിപ്പിച്ചേക്കുന്നത്. പക്ഷേ അത് ഇച്ചിരി അഹങ്കാരവും ഇച്ചിരി അഹങ്കാരവും അങ്ങ് ഇച്ചിരി പുച്ഛമൊക്കെ ഉള്ള ഒരു ആക്ടറാണ് ഇതിനകത്ത്. സ്റ്റാർഡും ഫാൻസ് ഫോളോയിങ് ഒക്കെ ഉള്ള ഒരു ആക്ടറാണ്. പക്ഷേ അത് എത്ര സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന രീതിയിൽ എടുത്തപ്പം ഇത് എത്ര പ്രേക്ഷകരിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഒരു സീറോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു പാളിപ്പോയിട്ടുണ്ട്, നല്ല രീതിയിൽ പാളിപ്പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കിടിലൻ മേക്കിങ്ങാണ്. നമുക്കൊരു തെലുങ്കിലെയും തമിഴിലൊക്കെ നേരത്തെയൊക്കെ ഇറങ്ങുന്ന ഒരു കൊമേഴ്ഷ്യൽ അവിടുത്തെയൊക്കെ സ്റ്റാറിൻ്റെയൊക്കെ കൊമേഴ്ഷ്യൽ പടങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു മേക്കിംഗ് സ്റ്റൈലുണ്ടല്ലോ, ആ ഒരു മേക്കിങ്ങിനോടൊപ്പം നിൽക്കുന്ന ഒരു സ്റ്റൈലാണ് ഇതിനകത്ത് അവർ അപ്ലൈ ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് സിനിമയുടെ സ്ക്രിപ്റ്റിലോട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ലാൽ ജൂനിയർ ഇതിനകത്ത് ഡയറക്ഷൻ ചെയ്ത് ഏറ്റവും അവസാനം സ്ക്രിപ്റ്റ് കളഞ്ഞു പോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്ക്രിപ്റ്റ് എനിക്കൊന്നൊരു ഊഹത്തിന് അവർ നേരത്തെയൊക്കെ വായിച്ചൊരു ഊഹത്തിന് ഷൂട്ട് ചെയ്തെടുത്തതിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നി. ഇതിനകത്ത് ഒരു അടിത്തറ അതിനകത്ത് വന്നിട്ടില്ല, ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു അടിത്തറ വന്നിട്ടില്ല. തുടക്കം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇങ്ങനെ തുടക്കമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ പിടിച്ച് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഉയർച്ച നിന്നിട്ട് പിന്നെ പടം ഉയർന്നിട്ടുമില്ല. അത് താന്ന് പടത്തിൻ്റെ ഒരു ലോ ലെവലിലോട്ട് പോയി. പടം എല്ലാവരെയും എനിക്ക് പേഴ്സണലി ഈ പടം അത്ര വർക്കായില്ല. ഒരു ദുരന്തം പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടൊവിനോയുടെ ആക്ട്രസ്സായിട്ട് വരുന്നത് പാവനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒരു കാരണമില്ല, ചുമ്മാതെ പിടിച്ചിട്ടേക്കുവാണ്. ഇപ്പം ഇവിടെയൊക്കെ ജീവനോടൊക്കെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി 2-3 സീനിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴായാലും പണ്ടായാലും പാവന വേസ്റ്റ് ഒരു ആക്ട്രസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ടത്തെ പടമായാലും പിന്നെ എല്ലാ ഇൻഡസ്ട്രിയിലും തമിഴിലും എല്ലാം സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ വെച്ച് നോക്കിയാൽ ഒരു വേസ്റ്റ് ആക്ട്രസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അന്നായാലും ഇന്നായാലും അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഒരു കെട്ട് പുട്ടിയും അടിച്ച് വന്നിരുന്ന ആക്ട്രസ് ആവത്തില്ല, കിളവിയായി. അപ്പോൾ ആ ഒരു പണ്ടായാലും പ്രായത്തിൽ പോലും നല്ലൊരു റോൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴും അത് തന്നെ എന്തോ ടൊവിനോയ്ക്ക് ഒട്ടും മാച്ചാവാത്ത ഒരു ആക്ട്രസ് ആയിട്ടാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത്. ഇറ്റ് ഈസ് വേസ്റ്റ്. പിന്നെ സൗബിൻ ഇതിനകത്തൊരു റോൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റോളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് സൗബിനും ടൊവിനും തമ്മിലുള്ള ഒരു ഇമോഷൻ സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് നല്ല രീതിയിൽ ഇഷ്ടമായി. പക്ഷേ പടത്തിലോട്ട് വരുമ്പം പടം വേസ്റ്റായിപ്പോയി. പടം ഒരു വേസ്റ്റ് പടമാണ്. നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ അറിയാം. ട്രെയിലർ കാണുമ്പോഴേ അറിയാം ആ ഒരു പടം എത്രത്തോളം വർക്കാവുമെന്ന് അറിയാം. പക്ഷേ അത് ഒരു ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു ആക്ടറിൻ്റെ ഒരു ജീവിതം കഥ പറയുന്ന ഒരു സ്റ്റോറി ആകുമ്പം അത് അവരൊരു അവിയൽ ആയിപ്പോയി. എടുത്തു വന്നപ്പോൾ ഒരു അവിയലായിപ്പോയി. ഒന്നും അങ്ങോട്ട് എത്തിയില്ല, പ്രേക്ഷകരിലോട്ട് എത്തിയില്ല. അവിടെ ആ ഒരു ഡയറക്ടറുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങിപ്പോയി. ഇതിനകത്ത് സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞില്ല, കളഞ്ഞുപോയ സ്ക്രിപ്റ്റ് വായിച്ച ഓർമ്മയ്ക്ക് ചെയ്തതിൻ്റെ കൂട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ടൊവിനോയുടെ സ്റ്റാർഡം അത്യാവശ്യം മലയാളത്തിൽ നല്ലൊരു സ്റ്റാർഡുമാണ്. ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഷൈൻ നിഗം എന്നുള്ളത്. ഇവർക്ക് 2 പേർക്കുമാണ് ഇപ്പോൾ എല്ലാം. ഇപ്പം ആക്ഷൻ ആയാലും സോങ്, ഡാൻസ്, ഇതേപോലുള്ള ഒരു കൊമേഴ്ഷ്യൽ പടങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുന്ന പടങ്ങൾ എല്ലാം ചെയ്യാൻ കഴിവുള്ളവരാണ് ഇവർ 2 പേരും. പിന്നെ നിവിൻ പോളിയുണ്ട്. നിവിൻ പോളിക്ക് അത് വേറൊരു ലെവലിലുള്ള. ഇപ്പോൾ ഈ ടൊവിനോ ഇതുപോലെയൊക്കെയുള്ള പടത്തിന് ചേരുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ലെവലിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ് ടൊവിനോ. അപ്പോൾ ആ ഒരു ടൊവിനോ ഇതിനകത്തോട്ട് വരുമ്പം ഒരു നോക്കിയും കണ്ടുമൊക്കെ ഒരു സ്ക്രിപ്റ്റ് ഇത് ചിലപ്പോൾ കഥ കേൾക്കുമ്പം ചിലവർക്കത് ഇഷ്ടപ്പെടും. എനിക്ക് അതിൻ്റെ ഒരു തീം എനിക്ക് നല്ലൊരു ഇഷ്ടമായിട്ട് തോന്നി. പക്ഷേ അത് അങ്ങോട്ട് കാണിച്ചു വന്നപ്പം മേക്കിംഗ് ഒഴിച്ച് ഈ പടം വെറും വേസ്റ്റാണ്. ഈ ടൊവിനോയുടെ ഇനി അടുത്ത വരാൻ പോകുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ
അജയൻ്റെ രണ്ടാം മോഷണം ഇപ്പോൾ അത്യാവശ്യം ഇറങ്ങിയ സമയത്തൊക്കെ നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. ഈ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട് മലയാളം ഇൻഡസ്ട്രിയിലേക്ക്. ഈ ഹൈപ്പ് വരുമ്പോൾ ഈ പടം ഒന്ന് ഇറക്കി വിടാൻ നോക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ അജയൻ്റെ രണ്ടാം മോഷണമൊക്കെ കഴിഞ്ഞ വർഷം റിലീസാക്കേണ്ട പടം ഈ ഹൈപ്പ് കുറഞ്ഞിരിക്കുമ്പോൾ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത് പടം ഓടണമെന്നില്ല. ഇപ്പോൾ അജയൻ്റെ രണ്ടാം മോഷണം ഇപ്പോൾ ഇനി ഓണത്തിനോ എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസണിലൊക്കെ അത് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പടമായിരിക്കും. അങ്ങനെ അന്നേരം വല്ല ഇറക്കി വിട്ടാൽ ആ പടം ഓടും. അല്ലാതെ ഇതുപോലെ ആരും ഇല്ലാത്ത പടം നോക്കി ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓടണമെന്നില്ല, ചിലപ്പം വേസ്റ്റ് ആയി പോകും. ഇപ്പം തന്നെ ബറോസിന് പറ്റുന്നുണ്ട്. ബറോസിനൊക്കെ അത്യാവശ്യം നല്ല ഹൈപ്പുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഇപ്പോൾ ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ഈ ഹൈപ്പ് ഇല്ലാത്ത ഒരു കെട്ട് ആൾക്കാർ സിനിമയുടെ കൂടെ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞ് ഇപ്പോൾ അത്യാവശ്യം ഹൈപ്പില്ല, അതിനൊരു ഹൈപ്പില്ല ആ പടത്തിന്. അപ്പോൾ അതേപോലെ അതിൻ്റെ രണ്ടാം മോഷണം വേസ്റ്റ് ആക്കാതെ അത് ഇതുപോലെ ആക്കാതിരിക്കുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ റിലീസാവുക. ഒരു റിലീസ് ഡേറ്റ് കണ്ടുപിടിച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിനെക്കാട്ടും നല്ലത് പെട്ടെന്ന് ഇറക്കുന്നത് തന്നെ. ഇനി അതേ ഉള്ളൊരു പ്രതീക്ഷ. ഇതൊരു ടൊവിനെ അങ്ങോട്ട് ഉപയോഗിച്ചില്ല ഈ ഒരു പടത്തിന്, അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ലുക്കും ഒക്കെ കാര്യങ്ങളൊക്കെ പുള്ളിയുടെയൊക്കെ നല്ലതൊക്കെ കാര്യമാണ്, പക്ഷെ അങ്ങോട്ട് ഉപയോഗിച്ചില്ല. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.